നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 15 ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് നടത്തുന്ന പ്രയത്നങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്ന ദിവസമാണിത്. പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാനും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ജോലിഭാരം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ആരോഗ്യപരമായ കാരണങ്ങളാലോ മറ്റോ ജോലിയിൽ നിന്ന് അവധിയെടുക്കേണ്ടി വന്നേക്കാം. ബാങ്ക് ലോൺ തിരിച്ചടവുകളിൽ നിന്ന് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ജീവിതത്തിൽ ചില അസാധാരണ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും. കുടുംബകാര്യങ്ങളിൽ മനസ്വസ്ഥത കുറയാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്തും മന്ദത തുടരാൻ സാധ്യത കാണുന്നു. രാത്രികാലങ്ങളിലുള്ള യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരമായ ഒരു ജോലി കണ്ടെത്താൻ സാധിക്കുന്ന ശുഭദിനമാണിത്. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ആഗ്രഹിച്ച വ്യക്തിയെ ജീവിത പങ്കാളിയായി ലഭിക്കാൻ സാഹചര്യമൊരുങ്ങും. ഭാഗ്യം പൂർണ്ണമായും കൂടെ ഉണ്ടാകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പണമിടപാടുകൾക്ക് ഈ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ്. പഴയ സുഹൃത്തുക്കളുമായി സംസാരിക്കാനും ബന്ധം പുതുക്കുവാനും അവസരമുണ്ടാകും. മനസ്സിൽ സന്തോഷം നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയും ജീവിത പങ്കാളിയുമായി നല്ല നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കുകയും ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പ്രിയപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാം. സാമ്പത്തിക ഇടപാടുകളിലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മനസ്സിൽ അകാരണമായ ചില ഭയങ്ങൾ ഉടലെടുത്തേക്കാം. കച്ചവടക്കാർ നിയമപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. വിഷഭയത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പല കാര്യങ്ങളിലും മുൻപുള്ള അനുഭവ പരിചയം വലിയ രീതിയിൽ പ്രയോജനപ്പെടും. യുവാക്കൾക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വ്യാപാരികൾക്ക് ബിസിനസ് വിപുലീകരിക്കാൻ ലോൺ പോലുള്ള സാമ്പത്തിക സഹായങ്ങൾ തേടാൻ അനുകൂലമായ ദിവസമാണിത്. പ്രോപ്പർട്ടികൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പണമിടപാടുകളിലെ നിയമവശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിത്. കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുന്നതിലൂടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ രഹിതർക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനും ഈ ദിവസം സഹായിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പല കാര്യങ്ങളിലും ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ആശയക്കുഴപ്പങ്ങൾ കാരണം ജോലിയിൽ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ പ്രയാസപ്പെടും. സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ഭാഗ്യം അനുകൂലമായതിനാൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്നതിനൊപ്പം സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.